പരിശുദ്ധാത്മാവ് ഈശോ തമ്പുരാന്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈശോയുടെ മാധ്യസ്ഥ്യത്താൽ പിതാവ് നമുക്ക് നൽകുന്ന വലിയ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. അത് മനസ്സിലാക്കി വെക്കണം. ശരിക്കും ഈ ഗിഫ്റ്റ് നമ്മളിൽ വർക്കൗട്ട് ആകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നറിയാം, ഈശോ പറയുന്നുണ്ട്, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതായത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഹി വിൽ ടീച്ച് us. സെക്കൻഡ്, ഹി വിൽ റിമൈൻഡ് us what are taught by Jesus. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട്. സമയത്ത് ഓർക്കാൻ പറ്റുന്നില്ലെന്ന് ഒരു സങ്കടം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബലം കിട്ടണ്ടേ? ആ ബലം കിട്ടാൻ ഈശോ പറഞ്ഞവ ഓർത്തെടുക്കുന്നില്ല നമ്മൾ കൃത്യസമയത്ത്. അറിവുണ്ടായിട്ട് കാര്യമില്ലല്ലോ, കൃത്യസമയത്ത് അത് ഓർത്തെടുത്ത് അപ്ലൈ ചെയ്യുന്നതല്ലേ കാര്യം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, പരിശുദ്ധാത്മാവ് ഈശോയുടെ വാഗ്ദാനമാണ്. ഈശോ പ്രാർത്ഥിച്ച് പിതാവിൽ നമുക്കായി വാങ്ങിത്തരുന്നതാണ് പരിശുദ്ധാത്മാവിനെ. 2, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക മാത്രമല്ല, എന്ത് ചെയ്യും? അനുസ്മരിപ്പിക്കും, റിമൈൻഡ് ചെയ്യും ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ.